നേരത്തെ സ്മൃതി പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിൽ CPM പ്രചരണം നടത്തുന്നത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് കൊടിയൊപ്പം കെട്ടും സ്വാഭാവികമായും ഒരു ബ്ലോക്കായി നിൽക്കുമ്പോൾ എല്ലാവരുടെയും പടം പോസ്റ്ററിൽ വരുമെന്നേ ഉള്ളൂ. അതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പടം കാണിച്ച് തമിഴ്നാട്ടിൽ CPM-ന് ജയിക്കാനൊന്നും സാധിക്കില്ല. അല്ല, അന്നത് വാർത്തയായിരുന്നത് CPM-ലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പടം വയ്ക്കാതെ രാഹുലിന്റെ പടം വെച്ചിട്ട് പ്രചാരണം നടത്തുന്നത്. മലയാള മനോരമ കൊടുക്കുന്ന വാർത്തകളൊന്നും നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ചിത്രം എന്താണ്? അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ നേതാവ് CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഷോൾ ഇട്ട് നടക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന അധീർ രഞ്ജൻ ചൗധരി അവിടെ കോൺഗ്രസിനേക്കാൾ വലിയ കക്ഷിയായ CPM-ന്റെ ഷോൾ ഇട്ടത് കൊണ്ട് മാത്രമാണ് വോട്ട് തേടുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. അതായത് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ മതനിരപേക്ഷതയൊക്കെ സംശയിക്കുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു നേതാവിനെ വെച്ചുകൊണ്ട് തന്നെ, ആ നേതാവിനെ മാത്രമെന്ന് അർത്ഥമില്ല, ആ നേതാവിനെ വെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയെ സംബന്ധിച്ചിടത്തോളം സംശയിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. രണ്ട്, സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കൂട്ടാക്കുന്നില്ല, ഘടകകക്ഷിയുടെ കൊടി ഉയർത്താൻ അനുവദിക്കുന്നില്ല, നയം പറയുന്നില്ല. നോക്ക്, നിങ്ങൾക്ക് 370-ന്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് CA-യുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് NRC-യുടെ കാര്യത്തിൽ, നിങ്ങൾക്ക് NPR-ന്റെ കാര്യത്തിൽ നയം എന്താണെന്ന് ആവർത്തിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ വിഷയമല്ലേ? നോക്ക്, രാഹുൽ ഗാന്ധിയുടെ 2010 ഇതിവിടെ എന്താ വിഷയം? രാഹുൽ ഗാന്ധിയുടെ 2019-ലെ വരവൊരു തരംഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2024 അത് നോൺസെൻസായി മാറിയിരിക്കുകയാണ്. CPI എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്കിലെ ഒരു കക്ഷിയുടെ മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായ വിധത്തിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊടി പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ഘടകകക്ഷിയുടെ കൊടി കാണിക്കുന്നില്ല, നയം പറയുന്നില്ല, ഒളിച്ചുകളി നടത്തുന്നു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്തിനാ അത് നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ ഞാൻ അമേഠിയിൽ മത്സരിക്കുന്നു എന്ന്? അപ്പോൾ അമേഠിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് കുറയും. അതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? ഇമാതിരി ഒളിച്ചുകളിയും ഇങ്ങനെ ഒരു എന്താ പറയാ ആളുകളെ പറ്റിക്കുന്ന. അതാണ് മോദിയും പറഞ്ഞത്. അതെ, മോദി എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചല്ലോ ഇവിടെ നിങ്ങൾ പ്രതിയോഗിയാണ്. മോദി എന്ത് VD സതീശനെ എൻഡോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല സ്മൃതി. അതായത് വലയും താലും മോദി പ്രസംഗിച്ച അതേ വാചകങ്ങൾ, മോദിയുടെ പ്രസംഗം ഇന്നലെ മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ച അതേ കാര്യം തന്നെ ഇന്ന് പ്രസംഗിക്കുകയാണ്. പൊളിറ്റിക്കൽ നോൺസെൻസ് മാത്രമല്ല, പപ്പു എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുതേ എന്നാണ്. നേരത്തെ സുജിയ പറഞ്ഞ പോലെയല്ല, പിണറായി വിജയൻ ഒന്നും ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്, ഇങ്ങനെയുള്ള വിമർശനമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പണ്ട് കാലത്തൊരു പേരുണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോകരുതേ എന്നാണ് പറയുന്നത്. എന്താ പിണറായി വിജയൻ ജയിലിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി കറക്റ്റല്ലേ? അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 1.5 കൊല്ലം ജയിലിൽ കിടന്നത് ഇതേ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ഈ ഇന്ദിരാഗാന്ധിയുടെയും കരുണാകരൻ്റെയും പോലീസ് ചവിട്ടിക്കൂട്ടിയപ്പോൾ അതിൽ ചോരക്കറ പുരണ്ട വസ്ത്രവുമായിട്ട് കേരള നിയമസഭയിലെത്തി പ്രസംഗിച്ച MLA ആണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനോട് നിങ്ങളെന്താ ജയിലിൽ പോകാത്തത്, അല്ലെങ്കിൽ ജയിലിൽ പോകുന്നത് പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മറുപടിയുടെ രൂക്ഷത അത് ഏറ്റുവാങ്ങാൻ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം പറയുമ്പോൾ തയ്യാറാകണമെന്നേ. Meet the editors.